ഗാർഹികേതര ഉപഭോക്താക്കൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം വെച്ചതോടുകൂടി ആ നിയന്ത്രണത്തിന്റെ ഫലമായി വല്ലാത്ത ഒരു ആശങ്കയും വല്ലാത്തൊരു പ്രതിസന്ധിയും കേരളം ഒട്ടാകെ ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ്. അതോടൊപ്പം തന്നെ ഈ കുക്കിംഗ് ഗ്യാസുമായി ബന്ധപ്പെടാത്ത ഒരു കുടുംബവുമില്ല. ചെറിയ സ്ഥാപനങ്ങൾ മുതൽ ശ്മശാനങ്ങൾ വരെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം, എങ്ങനെ തരണം ചെയ്യാം എന്ന ആലോചനയ്ക്കാണ് ഇന്നലെ ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം കൂടിയത്. ആ യോഗത്തിൽ എല്ലാ എണ്ണ കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. നമ്മുടെ വകുപ്പുകളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത് ചർച്ച ചെയ്തപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്നുള്ള നിലപാടാണ് കമ്പനികളെല്ലാം ഒരുപോലെ പറഞ്ഞത്. അതിനാവശ്യമായ സ്റ്റോക്ക് അവരുടെ കൈവശം ഉണ്ടെന്നാണ്. ആ സ്റ്റോക്ക് ഇപ്പോഴുള്ള ആശങ്ക കാരണം വല്ലാത്ത ബുക്കിംഗ് വന്നതിന്റെ തടസ്സമാണ് ഉണ്ടായിട്ടുള്ളത്. സെർവറിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് ക്രമീകരിച്ച് കൃത്യമായി ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ നൽകാമെന്നുള്ള കാര്യം ഇന്നലത്തെ യോഗത്തിൽ ഉറപ്പാക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഗാർഹികേതര ഉപയോഗം 20% ആണ് കേന്ദ്ര ഗവൺമെന്റ് അലോട്ട്മെന്റ്. അത് അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. മൂന്നാമത്തെ കാര്യം, ഗാർഹികേതര ഉപഭോക്താക്കൾക്ക് ഒരു മുൻഗണന ഉണ്ടാക്കുവാൻ. ഇവിടെ നമ്മളെല്ലാം കാണുന്നത് പോലെ ഏറ്റവും സാധാരണക്കാർ അടക്കം ആശ്രയിക്കുന്ന നിരവധി ഈ കുടുംബശ്രീ നടത്തുന്ന ഹോട്ടലുകളടക്കമുള്ള, സുഭിക്ഷ ഹോട്ടലുകളടക്കമുള്ള ഇത്തരം സ്ഥാപനങ്ങളുണ്ട്, ക്യാൻറ്റീനുകളുണ്ട്, ആശുപത്രി ക്യാൻറ്റീനുകളുണ്ട്, വിവിധ സ്കൂളുകളുടെ പാചക സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ സമസ്ത മേഖലകളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആ വിഭാഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ക്രമീകരണ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി കമ്പനികളിലൂടെ വിതരണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. IT പാർക്കുകളിൽ, അതുപോലെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, കൂടുതൽ തൊഴിലാളികൾ ഒരുമിച്ച് പണിയെടുക്കുന്ന കേന്ദ്രങ്ങളിൽ അവിടെ എല്ലാം തന്നെ ഉള്ള ക്യാൻറ്റീനുകൾക്ക് തടസ്സം വരാത്ത തരത്തിൽ ഒരു നിലപാടാണ് ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയിലുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ മണ്ണെണ്ണ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസത്തെ അലോട്ട്മെന്റ് 1 ലിറ്ററായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് കൂടുതൽ മണ്ണെണ്ണ ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി അനുവദിച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ താൽപ്പര്യമുള്ള കുടുംബങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. അത് ഈ അടുത്ത ഇന്നോ നാളെയോ മുതൽ എഫക്റ്റ് ആക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. നാലാമത്തെ കാര്യം, ഇതിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരും പോലീസ് ഉൾപ്പെടെയുള്ള ടീം അതിന്റെ പരിശോധനകൾ കർശനമാക്കി ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്നും ഇന്നലത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. കൂട്ടും. അത് മുഴുവൻ കാർഡുകാർക്കും ആയി കൂട്ടണമോ? നമ്മളെ ഏറ്റവും BPL ആയിട്ടുള്ള കുടുംബങ്ങൾ, അവരാണല്ലോ ഇതിന്റെ ഉപയോഗത്തിലേക്ക് ആദ്യം എത്തുന്നത്. അവർക്ക് പാചക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പരമാവധി അത്തരം കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ കൊടുക്കാൻ. നമുക്ക് ഈ സേവന സൗകര്യങ്ങളായതുകൊണ്ട് ഓരോ വ്യക്തിയെയും കണ്ടുകൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഒരു വിഭാഗത്തിന് ഉറപ്പാക്കി കൂടുതൽ ക്വാണ്ടിറ്റി അനുവദിക്കണമെന്നുള്ള കാര്യം ഇന്നലെ തീരുമാനിക്കുകയുണ്ട്. അതെ. പക്ഷേ വലിയ പ്രതിസന്ധിയായിരിക്കും നമ്മുടെ ഹോട്ടൽ വ്യവസായ മേഖലയാണ്. അവിടെ ഇപ്പോൾ ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ബദൽ മാർഗം ആരായിരുന്നു? കേരളത്തെ സംബന്ധിച്ച് സമസ്ത മേഖലയും ബാധിക്കുന്ന അവസ്ഥയാണ്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളെ ബാധിക്കുന്നു. ഇപ്പോൾ റോഡ് പണി നടക്കുന്ന, ഇന്നലെ എന്നോട് വന്ന് ആവശ്യപ്പെട്ട് റോഡ് പണി നടക്കുന്ന അതിന്റെ ഫിനിഷിംഗ് വർക്കിന്റെ മാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സമസ്ത മേഖലയും ബാധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കുള്ള അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെടുന്നത്. എന്നാൽ നമ്മുടെ അലോട്ട്മെന്റിനെ എങ്ങനെ ക്രമീകരിച്ച് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ
ഉള്ളൊരു മുൻഗണനയാണ് ഗവൺമെൻറ് ആലോചിച്ചത്. അതിൽ നമുക്ക് ആദ്യം പരിഗണിക്കേണ്ടുന്ന വിഭാഗങ്ങളെ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തി നമുക്ക് പരമാവധി പ്രതിസന്ധി ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിച്ചാണ്, എണ്ണ കമ്പനികളെ ആശ്രയിച്ചാണ് നമുക്ക് ഇതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇന്നലെ തീരുമാനിക്കുന്നുണ്ട്. ഇന്നലെ പെട്രോളിയം മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് രാജ്യത്ത് ഗ്യാസിന് ക്ഷാമമില്ല എന്നാണ്. അതെ, അങ്ങനെ പറയുകയും ഇതുപോലെ ഈ വാണിജ്യ സിലിണ്ടർ പെട്രോളിയം മന്ത്രി ഇന്നലെ പാർലമെന്റിലെ പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ശ്രീ സുരേഷ് ഗോപിയാണ് പെട്രോളിയം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. അവരിത് നേരിട്ട് കണ്ണു തുറന്ന് കാണണമെന്ന്, ഈ വസ്തുത കാണണമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിലുള്ള ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആളുകളിൽ വല്ലാത്ത ഭീതിയും ആശങ്കയുമാണ്. മറ്റെന്തിനേക്കാൾ ജീവവായു പോലത്തെ ഒരവസ്ഥയാണ് ഈ കുക്കിംഗ് ഗ്യാസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. അപ്പോൾ അത്തരം ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ട് ഇങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, പെട്രോളിനും ഡീസലിനും ഗ്യാസിനൊന്നും ഒരു ക്ഷാമവുമില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയണമെങ്കിൽ അവർ വളരെ അകലങ്ങളിലാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കേന്ദ്രത്തിന് ഇതിലൊരു വീഴ്ച പറ്റുന്നുണ്ടോ? ഇതിൽ മുൻകൂട്ടി കണ്ട് ഇതിന്റെ സ്റ്റോക്കും ഇതിന്റെ വിതരണമൊക്കെ ക്രമീകരിക്കേണ്ടത്? അല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ഇങ്ങനെ ഒരു ആശങ്ക ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അതിനു പകരം ഇന്നലത്തെ പാർലമെന്റിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയല്ലേ. അങ്ങനെയാണോ ഒരു മന്ത്രി ഇതുപോലൊരു ക്രൂഷ്യൽ ഇഷ്യൂവിനെ പ്രതികരിക്കേണ്ടത്? അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അവര് 25 ദിവസമാണ് ഡ്യൂറേഷൻ പറയുന്നത്. ഒരു തവണ ബുക്ക് ചെയ്താൽ 25 ദിവസമാകുമ്പോൾ ഇത് അടുത്ത വിതരണം ചെയ്യാൻ കഴിയുന്നു. 30, 32, 35 ദിവസം ഉപയോഗത്തിന് ഒരു സിലിണ്ടർ ഒരു ആവറേജ് അനുസരിച്ച് മതിയാകുമെന്നാണ് ഒരു പൊതു കണക്ക് പറയുന്നത്. എന്തായാലും ഗാർഹിക ഉപഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ട എന്നും അവരുടെ ബുക്കിങ്ങിന് തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുമെന്നും ഇന്നലെ എണ്ണ കമ്പനികളുടെ പ്രതിനിധികൾ തീർത്തും പറയുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.